എല്ലാവരോടും വരാൻ പറഞ്ഞതിൻ്റെ കാരണം ഇന്നൊരു ദിവസം ഒരു യഥാർത്ഥ പോലീസാകണം. ഞാൻ എന്നെയും ചേർത്താണ് പറഞ്ഞത്. നേരം പുലരുമ്പോൾ ഒരു റൗഡിയും ക്രിമിനലും ഇവിടെ ഉണ്ടായിരിക്കരുത്. ഓപ്പറേഷൻ ക്ലീൻ. ശിവന്റെ പേര് പറഞ്ഞു കുറ്റം ചെയ്യുന്ന ഏതവനായാലും ശരി, ഒറ്റ രാത്രി കൊണ്ട് പൊക്കണം. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെ ചിരിക്കൂ. പോലീസിന് ചിരിക്കാം, എന്നാൽ പോലീസിനെ കണ്ട് ആരും ചിരിക്കാൻ പാടില്ല. ഈ കാക്കി ഉടുപ്പിടുന്നതിന് മുമ്പ് മദ്രസിറ്റ് നന്നാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കില്ലായിരുന്നു. എന്നാൽ ഇത് ഇട്ട് കഴിഞ്ഞപ്പോൾ ജയിക്കുമെന്ന് വിശ്വാസമുണ്ട് എനിക്ക്. ഇനി എത്ര നാൾ ഈ കാക്കി ഉടുപ്പ് എന്റെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ അത് ഉള്ളതുവരെ ഒരു അക്യൂസിനെ പോലും വെറുതെ വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ഇന്ന് ഒരു രാത്രി, ഒരൊറ്റ രാത്രി യഥാർത്ഥ പോലീസുകാരനായി മാറാൻ കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ സിറ്റിയിൽ ഒരു കുറ്റവും നടക്കില്ല. ഇന്ന് ഈ രാത്രിയിൽ ചെയ്യാൻ പോകുന്നത് കണ്ട് ജനങ്ങൾക്ക് പോലീസുകാരോടൊരു ബഹുമാനം ഉണ്ടാകണം. ട്രെയിനിങ്ങിൽ പഠിപ്പിച്ചതൊന്നും ഞാൻ മറന്നിട്ടില്ല. കുച്ച് ഭി ഹോനെ ദോ ആകെ കുച്ച് ഭി മുസീബത്ത് ആനെ ദോ ഹം ഡർനാ നഹി ആകെ ബഡ്തേ ജാനാ ഹി ഏക് ജവാൻ കാ കർത്തവ്യ ഹൈ. ഒരു പോലീസുകാരൻ എപ്പോഴും മുന്നേറി പോകണം. ആപത്തുണ്ടെന്നറിഞ്ഞാലും പോരാടണം. മാനമിരുണ്ടാലും മനസ്സ് തളരാതെ അവന്റെ നടപ്പിൽ ഒരു ഗാംഭീര്യം ഉണ്ടായിരിക്കണം. 56-ാമത്തെ വയസ്സിൽ സിമ്മക്കല്ലിൽ നടന്ന ഒരു ലഹളയിൽ 7 പേരെ വെടിവെച്ചു കൊന്നിട്ട് വെടിയേറ്റ 5 പേരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് ഒരു പോലീസുകാരൻ ചത്തു വീണു. അയാൾക്ക് വെടിയേറ്റത് പിന്നീടാണ് മനസ്സിലായത്. അയാൾ വേറെ ആരുമല്ല, ഹീസ് മൈ ഗ്രാൻഡ് ഫാദർ, എന്റെ മുത്തച്ഛൻ. ആ രക്തമണി സിരകളിൽ ഓടുന്നത്. ജീവൻ പോകുന്ന അവസാന നിമിഷം വരെയും സത്യസന്ധനായ പോലീസുകാരനായി ജീവിച്ചു മരിച്ച എന്റെ മുത്തച്ഛന്റെ ധൈര്യം നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവര് മാത്രം എന്റെ കൂടെ വരണം. സാറേ, ക്രിമിനൽസിനാണ് ഇപ്പോൾ നീതി. എത്ര കഷ്ടപ്പെട്ട് പിടിച്ചാലും വളരെ എളുപ്പമാണ് പുറത്തു വരുന്നത്. വരട്ടെ. വീണ്ടും തെറ്റുകൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു ഭയമുണ്ടാകും. അങ്ങനെ ഭയം തോന്നിയാൽ പിന്മാറും. തെറ്റ് ചെയ്യുന്ന ക്രിമിനൽസിന് നീതി കിട്ടുമെങ്കിൽ തടയുന്ന നമുക്കെന്തുകൊണ്ട് നീതി കിട്ടില്ല? വരട്ടെ, നീതി കിട്ടുമോന്ന് നോക്കാം. റെഡിയല്ലേ? സെല്ലൂർ ക്രിമിനൽസ് കൂടുതലുള്ള സ്ഥലമാ. ആൽഫ ടീം, നിങ്ങൾ അവിടേക്ക് പോകണം. ബ്രോമ ടീം, നിങ്ങൾ മതിശയം കവർ ചെയ്യണം. ചാലി ടീം, നിങ്ങൾ ജയ്ഹിന്ദപുരം. ഡെൽറ്റ ആറപ്പാളെ. ശാന്തി, നിങ്ങൾ കരിമേട് കവർ ചെയ്യണം. ലെറ്റ്സ് മൂവ്. ഞങ്ങളിങ്ങനെ കാശ് കൊയ്തോണ്ടിരിക്കുക. ഞാനും കൊയ്യാൻ വേണ്ടി വന്നതാ. അറസ്റ്റ് ആദ്യമായിട്ട് കൈനീട്ടി വാങ്ങുന്ന അക്യൂസ്റ്റ് നീയാണ്. നടക്കട്ടെ. എന്താ അറസ്റ്റോ? അതേടാ, അറസ്റ്റ് തന്നെയാടാ. നീ കമ്പല്ലേ ഓടിച്ചത്, നിന്റെ കൈ ഞാൻ ഓടിക്കും. കൊണ്ടുപോയവനെ. എന്തേട്ടാ ചേട്ടൻ ഇങ്ങനെ? ഇനി നിന്നോട് പ്രത്യേകിച്ച് പറയണോ? സാർ, ഇവിടെ ആരുമില്ല. ഭിക്ഷക്കാര് മാത്രമേ ഇവിടെ കിടപ്പുള്ളൂ. ചില്ലറയില്ലേ? ഇട്ടുകൊടുക്ക്. കൊടുത്തല്ലോ അല്ലേ? യെസ് സർ. ഭിക്ഷക്കാരല്ലാതെ മറ്റാരെങ്കിലും അവിടെ ഉണ്ട് സാർ? എന്നാ വേഗം പൊക്കിക്കോ. ഇപ്പൊ എതിരെ ഒരു വാട്ടർ ടാങ്ക് കാണുന്നില്ലേ? അതിന്റെ മുകളിൽ കാണും ആള്. എല്ലാ സ്ഥലവും നിറയുന്നുണ്ട്. അക്യൂസ്ഡ് അവരാണോ ഇവനാണോ എന്നാ സംശയം. ഗുഡ്, ഐ അപ്രീഷിയേറ്റ്.
നിന്റെ മുത്തച്ഛന് സംഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം നിസാരമാ. ഏതു മുത്തച്ഛൻ? നിന്റെ മുത്തച്ഛൻ നെഞ്ചില് വെടിയേറ്റ് മരിച്ചില്ലേ? അങ്ങനെ ഒരു മുത്തച്ഛൻ എനിക്കില്ലല്ലോ. എന്താ? പിന്നല്ലാതെ എന്റെ ഫീലിങ്സ് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ചോര ഒലിപ്പിച്ച് നിൽക്കുമായിരുന്നു ഇവിടെ. എന്റെ ഫീലിങ്സിന്റെ കൂടെ മുത്തച്ഛന്റെ കാര്യം കൂടെ പറഞ്ഞപ്പോഴല്ലേ നിങ്ങൾ എല്ലാവരും ഇറങ്ങി തിരിച്ചത് അല്ലേ? അപ്പൊ എല്ലാം കള്ളമാണല്ലേ? കള്ളവല്ല, സത്യം തന്നെയാ. മുത്തച്ഛനെ മാത്രം ദത്തെടുത്ത ലോകത്തിൽ മുത്തച്ഛനെ ദത്തെടുത്ത ആദ്യത്തെ മുതൽ നീ ആയിരിക്കും. രാത്രിയിലും കൂടി ശവം കുഴിച്ചിടാൻ പോലും ആരും വരത്തില്ല സാർ. ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോകണം. ചലോ ചലോ ചലോ. സാർ എല്ലാ അവന്മാരും ഇവിടെ തന്നെ ഉണ്ട്. അവന്മാർ ഞങ്ങൾ പിടിച്ചാലോ സാർ? ഐ ലൈക്ക് ഇറ്റ്. പൊക്ക് പൊക്ക് പൊക്ക്. യുവമാരുടെ ശല്യം സഹിക്കാൻ വയ്യാതായി ചാകര പോലെ വന്നുകൊണ്ടിരിക്കുമല്ലേ. ഈ വണ്ടി പറ്റില്ല. കുപ്പ കൊണ്ടുപോകാൻ പോലീസ് വണ്ടി എന്തിനാ? കുപ്പ വണ്ടിയിൽ തന്നെ കയറ്റ്. ഓക്കേ, കേറ്റ് കേറ്റ്, വേഗം കേറ്റുമാരെ. കേരളം അങ്ങോട്ടേ കേറ്. ഇതെന്തോ ഈ വണ്ടിയെ കയറ്റുന്നത്? ഫ്ലൈറ്റിൽ കേറ്റട്ടെ. എന്റെ കൈ പോയി കുളിക്കത്തുമില്ല നനയ്ക്കത്തുമില്ല. അവന്റെ റൗഡിയാന്ന് പറഞ്ഞു കേറാൻ അങ്ങോട്ട്. എടാ ശക്തി വന്നു. എടാ ശക്തി, നിനക്കെന്തിനാ ഈ ആവശ്യമില്ലാത്ത പണി? രാവിലെ ഞങ്ങൾ പുറത്തു വരുമല്ലോ, പിന്നെന്താ? വേണ്ട, അങ്ങോട്ട് പോകണ്ട, പറയുന്ന കേക്ക്. ശിവേട്ടന്റെ ആൾക്കാരെ അകത്ത് വെക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വേണ്ടി ആ ജാമ്യം വരെ കണ്ടുപിടിച്ചേക്കുന്നേ. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ജയിലുമില്ല, ജാമ്യവും ഇല്ല. ആരാ പറഞ്ഞത്? ജാമ്യത്തിന്റെ കാര്യം ആരാ പറഞ്ഞത്? എല്ലാവരും പുറത്തു വരുന്നത് ഞാനൊന്ന് കാണട്ടെ. അതെ, ഒരുത്തർ ഇപ്പൊ തന്നെ പുറത്തു വന്നതാ തോന്നുന്നേ. மதுரையில் அசிஸ்டன்ட் கமிஷனர் சக்தி நேற்று அதிரடி வேட்டையில் இறங்கியது பெரும் பரபரப்பை ஏற்படுத்தியுள்ளது. அவர் நகரின் முக்கிய பகுதிகளில் நடத்திய வேட்டையில் കളവ്, കൊല, കൊള്ളയടി, തട്ടിക്കൊണ്ടുപോകൽ, കള്ളച്ചാരായം, കഞ്ചാവ് തുടങ്ങിയ കുറ്റങ്ങളിൽ ബന്ധമുള്ളവരെ എല്ലാം അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു രാത്രി കൊണ്ട് ഇത്രയും കുറ്റവാളികളെ ആദ്യമായിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവരെയും അതിശയപ്പെടുത്തിയിരിക്കുകയാണ്. AC ശക്തിയുടെ അതിവേഗ നടപടിയിൽ ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളുടെയും മാത്രമല്ല കുറ്റവാളികളുടെ മനസ്സിനും അതിശയം ഉളവാക്കിയിരിക്കുകയാണ്. ചേട്ടാ, ഒരുത്തനെ വിട്ടില്ല, എല്ലാത്തിനും അകത്താക്കി. പോലീസ് ആയതുകൊണ്ടല്ലേ അകത്താക്കിയത്? ആ ജോലിയിൽ നിന്ന് അവനെ പൊക്ക്. അവനെ പോലീസാക്കിയത് ഞാനാ. ഈ ശിവനെ രക്ഷിക്കാനും നശിപ്പിക്കാനും കഴിയുമെന്ന് അവൻ അറിയണം. ആ തൊപ്പി തെറിപ്പിച്ചാൽ എന്റെ കാല് പിടിക്കും അവൻ. തീയോട് കളിച്ചാൽ പൊള്ളുമെന്നറിയണം. പൊക്ക്. ഇനിയുള്ള കാലം ഇടത് കൈ കൊണ്ട് സല്യൂട്ട് അടിക്കേണ്ടി വന്നേനെ. ശക്തി പേര് കേട്ടാൽ തന്നെ ദേഷ്യം വരുന്നുണ്ടല്ലേ? ഇപ്പോഴവന്റെ പോസ്റ്റ് ACP. അവൻ പഠിച്ച് പാസ്സായി പോലീസായതൊന്നുമല്ല, ശിവന്റെ കഴിവുകൊണ്ട് അവൻ പോലീസായത്. എടുത്തു നോക്ക്, എല്ലാ റെക്കോർഡ്സും ഫ്രോഡാ. നിന്റെ കൈ വെട്ടിയപ്പോ ഒരു വേദന തോന്നിക്കാണുമല്ലോ. അത് മാറാൻ എന്താ ചെയ്യാൻ പോകുന്നേ? വിളിക്ക് ശക്തിയെ. വന്നടാ, വന്നു, കൊളുത്തടാ തീയ്. ഇങ്ങോട്ടെത്തിയല്ലോ, ജോലി പോയിട്ട്. എന്നെ മോനെ, സൈറൻ വെച്ച വണ്ടിയൊക്കെ പോയില്ലേ? ഇപ്പൊ ഞാനാ നിന്റെ സൈറൻ. പേടിച്ചു പോയി. വേഗം ചെന്ന് അച്ഛനോട് സംസാരിക്ക. അമ്മേ, എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടമ്മേ. നേരാണ് മോനെ. അതെ അമ്മേ, അവരെന്നെ ജോലിന്ന് പറഞ്ഞയച്ചു. മോൻ വിഷമിക്കണ്ട. അമ്മേ, അയച്ചതേ
മേലേക്കാണ് അയച്ചത്. AC യിൽ നിന്ന് DC യിലേക്ക് പ്രമോഷനോടെയാണ് അവരെന്നെ അയച്ചത് അമ്മേ. മച്ചമ്പിയെ, അവിടുത്തെ സീൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ശക്തി, ഞാനാണ് നിങ്ങളുടെ കൈവെട്ടിയത്. ഫ്രാഡ് പണി കാണിച്ച ഈ വേഷം ഇട്ടത്. കാക്കി ഷർട്ടിൽ കറ പറ്റരുതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലൊരു കറ തന്നെ കാക്കി ഉടുപ്പിട്ടാൽ എങ്ങനെയാ? പറഞ്ഞയച്ചേര്. എന്നെ പോലീസിന്ന് പറഞ്ഞു വിട്ടേര്. ശക്തി, നിനക്ക് പോലീസിൽ താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പോലീസിന് നിന്നെപ്പോലെ ഒരാളെയാണ് ആവശ്യം. നീ പരീക്ഷയിൽ തോറ്റിരിക്കാം, പക്ഷെ ഈ ജോലിയിൽ നീ പാസ്സായിരിക്കുന്നു. പോലീസ് എന്നാൽ കാക്കയല്ല, കാര്യപ്രാപ്തിയാ. തെറ്റ് തടയണമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ നീ പോലീസായി. 20 വർഷത്തെ എന്റെ സർവീസ് കൊണ്ട് സാധിക്കാത്തത് നീ സാധിച്ചു. ശിവനെ എതിർക്കാൻ പറ്റിയ ഒരേ ഒരു ശക്തി നീയാണ്. നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തപ്പോ നീ എന്നെ ഒരു പോലീസുകാരനായി കണ്ടില്ല. ഇനി പോലീസിന് വേണ്ടി നീ അച്ഛനെ നേരിടുമെന്നറിയാം. ഇനി മുതൽ നീ AC അല്ല, യു ആർ പ്രൊമോട്ടഡ് ആസ് DC. നീയാ എന്റെ ഒരു കൈവെട്ടിയത്. ഇനി മുതൽ ആ വലം കൈ നീയാ. ഒരുത്തനെയും വിടരുത്. DC അല്ലേ? DC. ചേട്ടൻ എന്തിനാ പേടിക്കുന്നേ? TC കൊടുത്താൽ പറഞ്ഞു വിടുന്നല്ലേ അർത്ഥം. സ്കൂളിൽ TC കൊടുത്താൽ അവന്റെ ചീട്ട് കീറിയെന്നാ. പോലീസിൽ TC കൊടുത്താൽ നമ്മള് കീറിയെന്നാ. കുറച്ചേ കീറിയുള്ളൂ, മൊത്തം കീറി. ഇതുകൊണ്ട് തന്നെയാ ക്ലൈമാക്സിന് മുമ്പ് കഥ തീർക്കരുതെന്ന് പറയുന്നത്. നിങ്ങൾ പൊട്ടിച്ച പടക്കം എന്റെ ഡിസ്മിസിനല്ല, എന്റെ പ്രമോഷന് വേണ്ടിയാ.